കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. ജയിലിലായാൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ പദവി നഷ്ടമാകുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ നാടകങ്ങൾക്കിടയിലായിരുന്നു ബിൽ അവതരണം. പ്രതിപക്ഷം അതിരുവിട്ടതോടെ സ്പീക്കർ സഭയ്ക്കകത്ത് മാർഷൽമാരെ നിയോഗിച്ചു. താൻ അറസ്റ്റിലാകുന്നതിന് മുമ്പ് രാജിവെച്ചിട്ടുണ്ടെന്നും കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നതുവരെ ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അമിത്ഷാ മറുപടി നൽകി. 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കാവുന്ന കേസിൽ പ്രതി ചേർത്ത് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനയുടെ 130ാം ഭേദഗതി ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി, ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുകളാണ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ അതിരുവിട്ട ബഹളത്തിനിടയിലായിരുന്നു ബിൽ അവതരണം. आइटम नंबर 20, 21 और 22 महोदय, मैं प्रस्ताव करता हूं कि भारत के संविधान का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए. വിശദമായ ചർച്ചയ്ക്കായി ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. ലോക്സഭയിലെ 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളും ഉൾപ്പെടുന്ന കമ്മിറ്റിയാകും ബില്ല് പരിശോധിക്കുക. അതേസമയം അടിസ്ഥാനമില്ലാത്ത കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ രാജിവെച്ചിരുന്നതായും കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നതുവരെ ഒരു ഭരണഘടനാ സ്ഥാനവും വഹിച്ചിട്ടില്ലെന്നും KC വേണുഗോപാലിന്റെ ചോദ്യത്തിന് അമിത്ഷാ മറുപടി നൽകി. नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया और जब तक मैं कोर्ट से निर्देश नहीं हुआ कोई संविधान पद मैंने स्वीकार नहीं किया. ये क्या सिखाते हैं नैतिकता में? मैं तो इस्तीफा देकर गया था और मैं तो चाहता हूं कि ये नैतिकता के मूल्य बढ़े. हम ऐसे निर्लज्ज नहीं हो सकते कि हम पर आरोप लगे और हम संवैधानिक पद पर अरेस्ट के पहले मैंने इस्तीफा दिया है. സ്പീക്കറുടെ ചെയറിനടുത്തും ഭരണപക്ഷ ബെഞ്ചിലേക്കും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയതോടെ സ്പീക്കർ സഭയ്ക്കുള്ളിൽ മാർഷൽമാരെ നിയോഗിച്ചു. പേപ്പറിനുള്ളിൽ പ്രതിപക്ഷം കല്ല് പൊതിഞ്ഞു കൊണ്ടുവന്നെന്നും അമിത്ഷാ സംസാരിച്ചപ്പോൾ മൈക്ക് തകർക്കാൻ നോക്കിയെന്നും BJP ആരോപിച്ചു. വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം, ഡൽഹി.